അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ്. ആർക്കാ സർവസ്തുതിയും? അല്ലദീ ഹദാനാ ലിഹാദാ, ഈ സന്മാർഗത്തിന്റെ സത്യവെളിച്ചത്തിലേക്ക് എന്നെ കൈപിടിച്ചാനയിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, നീ എനിക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ അധർമ്മകാരിയായി പോയനെ, ഞാൻ ഏറ്റവും വലിയ പിഴച്ചവനായി മാറിപ്പോയനെ. റബ്ബേ, എനിക്ക് നീ ഹിദായത്ത് തന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് എന്ന്. ഒന്നാമതായിട്ടൊരു വിശ്വാസി അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് അവിടെയാണ്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? പടച്ച റബ്ബ് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അത് ഹിദായത്താണ്. അത് ഹിദായത്താണ്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കോടാനക്കോടി വരുന്ന മനുഷ്യര്, 800 കോടിയോളം വരുന്ന മനുഷ്യരിൽ 700 കോടി ജനങ്ങൾക്കും കിട്ടാത്ത ഉന്നതമായ സ്ഥാനമാണ്, നിഅമത്താണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഓശാരമായിട്ട് നൽകിയത്. അതിന്റെ സ്ഥാനം എത്രമാത്രമാണ് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം. എത്രമാത്രം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും തീരില്ല. കാരണം ഹിദായത്താണ് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബമല്ല ഏറ്റവും വലിയ നിഅമത്ത്, അവന്റെ വീടല്ല, അവന്റെ ആരോഗ്യമല്ല. കാരണം എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോ എന്റെ സഹോദരങ്ങൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സുകൾ വിചാരിച്ചാൽ, അവരൊന്നു കൂടിയാൽ എന്നെ ചികിത്സിക്കാനുള്ള സാമ്പത്തികം കണ്ടെത്താൻ കഴിയും. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ എന്റെ രോഗം മാറ്റിയെടുക്കാൻ കഴിയും. എനിക്ക് വീടില്ല എങ്കിൽ 1-2 ആളുകൾ ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് വീടുണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വിചാരിച്ചാൽ കിട്ടുന്നതല്ല, ആരെങ്കിലും വിചാരിച്ചാൽ കിട്ടുന്നതല്ല സഹോദരങ്ങളെ. ഹിദായത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് പടച്ചവന്റെ ഔദാര്യമാണ്, പടച്ച റബ്ബിന്റെ ഔദാര്യമാണ്. അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കൂല കൂട്ടരെ. അല്ലാഹു പറയാണ്, അത് എല്ലാവർക്കും കൊടുക്കില്ല. അവൻ തിരഞ്ഞെടുത്തവർക്കും മാത്രം കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായത്ത് എന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ മുർസലീങ്ങളിൽപ്പെട്ട വ്യക്തിത്വമാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യത്തെ മുർസലീങ്ങളിൽപ്പെട്ട മനുഷ്യൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റിസാലത്ത് കയ്യിലേക്ക് കിട്ടി, പ്രബോധനവുമായിട്ട് ഇറങ്ങി ജനങ്ങളുടെ മുന്നിലേക്ക് തൗഹീദ് പറഞ്ഞു. തന്റെ പൊന്നുമോൻ ശിർക്കിന്റെ മേഖലയിലേക്ക് തിരിയുന്നു, അധർമ്മത്തിന്റെ മേഖലയിലേക്ക് തിരിയുന്നു, തിന്മയിലേക്ക് ചാടുന്നു. വിളിച്ചു പൊന്നുമോനെ ഹിദായത്തിലേക്ക്. കടന്നു വന്നില്ല. പടച്ചവന്റെ മുന്നിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു, പടച്ച റബ്ബേ, എന്റെ പൊന്നുമോന് ഹിദായത്ത് കൊടുക്കണം റബ്ബേ. അല്ലാഹു കൊടുത്ത കൂട്ടരെ നാം ആലോചിക്കണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചിട്ടും അല്ലാഹു കൊടുക്കാത്ത ഹിദായത്തല്ലേ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് ഓശാരമായിട്ട് നൽകിയത്. എന്തെങ്കിലും അധ്വാനം അതിനു വേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും സാമ്പത്തികം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എങ്കിൽ അത് പടച്ച റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും കഥയതല്ലേ നമ്മോട് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ സഹോദരങ്ങളെ. ആർക്കും കിട്ടാത്ത ഉന്നതമായ പദവി അല്ലാഹു നൽകി ആദരിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട വാപ്പ അധർമ്മത്തിലൂടെ നീങ്ങിയ മനുഷ്യനല്ലേ, ശിർക്കിന്റെ പ്രചാരകനായിരുന്നില്ലേ? ആ പിതാവിന്റെ മടിത്തട്ടിലിരുന്നു കൊണ്ട് തൗഹീദ് പറഞ്ഞു കൊടുത്ത ഇബ്രാഹിം നബി അവസാനം മാറ്റി പുറത്താക്കുമ്പോ, വീട്ടിൽ നിന്നും മാറി നിന്നുകൊണ്ട് തൗഹീദ് പറയുമ്പോ, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുമടാ എന്ന് ഇബ്രാഹിം നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തനിക്ക് ജന്മം നൽകിയ പിതാവ് പറയുമ്പോ, മാറി നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. ഓ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ എന്നെ എറിഞ്ഞു കൊന്നാലും ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കിയാലും
നരകത്തിന്റെ ഗർത്തത്തിലേക്ക് ആപതിക്കുന്നതിനെ ഞാൻ വല്ലാതെ പേടിക്കുന്നു വാപ്പ. അതുകൊണ്ട് ഞാൻ ഹിദായത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ആ പിതാവ് ഹിദായത്തിന്റെ പാതയിലേക്ക് വന്നില്ല. അവസാനം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു അല്ലാഹുവിനോട്. അല്ലാഹു കൊടുത്തില്ല. നാളെ പരലോകത്ത് പോലും ആ പിതാവിനെ നേർക്ക് നേരെ കാണുമ്പോ അല്ലാഹുവേ, ഒരു പൊന്നുമോന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാളും വലിയ ഒരു അപമാനം ഒരു മക്കൾക്കും താങ്ങാൻ കഴിയില്ലല്ലോ റബ്ബേ. എന്നെ സംബന്ധിച്ചിടത്തോളം കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ എന്നെ നീ വശലാക്കില്ല, അപമാനിക്കില്ല എന്ന ഒരു വഅദയുണ്ടല്ലോ റബ്ബേ. എന്റെ പിതാവ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ വലിയ ഒരു അപമാനം ഏത് മകനാണ് സഹിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിന്നോട് യാചിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവിന് സ്വർഗത്തിന്റെ പാത തുറന്നു കൊടുക്കണം. കൊടുത്തോ സഹോദരങ്ങളെ? ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ പിതാവിന്റെ ദയനീയമായ രംഗം അല്ലാഹു പറയും, ഖുദൂഹു ഫഅല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു. ബന്ധിക്കണം, നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന് പറയുന്ന ദയനീയമായ രംഗം. കൊടുത്തില്ല. ഇബ്രാഹിം നബി ആഗ്രഹിച്ചിട്ടും തന്റെ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല എങ്കിൽ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു അത് നൽകിയെങ്കിൽ സഹോദരങ്ങളെ, ഇതല്ലേ ഏറ്റവും വലിയ നിഅമത്ത്? നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടത്തോഴൻ എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയ്ക്ക് ഹിദായത്ത് കിട്ടണമെന്ന് കൊതിച്ചില്ല സഹോദരങ്ങളെ. 8ാമത്തെ വയസ്സിൽ ആരോരും ആശ്രയത്തിനില്ലാത്ത സാഹചര്യത്തിലല്ലേ ആ മൂത്താപ്പയുടെ വിരൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ നടക്കാൻ തുടങ്ങിയത്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിയത്. അവസാനം പ്രവാചകന്റെ 50ാമത്തെ വയസ്സിൽ അള്ളാന്റെ റസൂല് ജീവിക്കുന്ന സാഹചര്യത്തിലല്ലേ ആ മൂത്താപ്പ ലോകത്തോട് വിട പറയുന്നത്. ആ മൂത്താപ്പ മരണക്കിടക്കയിൽ കിടക്കുമ്പോ തലഭാഗത്തേക്ക് കടന്നു ചെന്നു അള്ളാന്റെ റസൂല്. ആ തലയിലെ രോമങ്ങളിൽ മുടിയിൽ ഇങ്ങനെ കൈയോടിച്ചു. അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് കണ്ണുനീര് നീണ്ട ധാടി രോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങളൊന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്ത് തൗഹീദ് ഒന്ന് പറ. നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശഫാഅത്തിന് ഞാനുണ്ട് മൂത്താപ്പ, നിങ്ങൾക്ക് സംരക്ഷകനായിട്ട് ഞാനുണ്ട് മൂത്താപ്പ, നിങ്ങളൊന്ന് പറ എന്ന് പറയുമ്പോഴും ആ മൂത്താപ്പ അത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല, പറയാൻ കൂട്ടാക്കിയില്ല. താല്പര്യമുണ്ട്, പക്ഷേ തന്റെ തറവാടിത്വത്തിന്റെ മഹിമയെ ഭയന്നുകൊണ്ട് അബൂതാലിബ് പറഞ്ഞില്ല സഹോദരങ്ങളെ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിതാവിന്റെ മുന്നിൽ നിന്നും മൂത്താപ്പയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റു. തന്റെ വേദന സഹിക്കവയ്യാതെ ചാടി എഴുന്നേറ്റു. കാരണം മൂത്താപ്പയുടെ മുന്നിൽ ഇരുന്ന് കരയാൻ കഴിയാത്ത പ്രവാചകൻ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാ. മാറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു. നിമിഷങ്ങളോളം പൊട്ടിക്കരയുമ്പോ സൂറത്തുൽ ഖസസിന്റെ 56ാമത്തെ ആയത്ത് ഇറങ്ങിയില്ല സഹോദരങ്ങളെ. ഇന്നകല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു വിളിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നകല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഓ പ്രിയപ്പെട്ട പ്രവാചക, നിങ്ങൾ വിചാരിച്ചാൽ ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ആരെങ്കിലും വിചാരിച്ചാൽ കിട്ടുന്ന ഒരു ഔദാര്യമല്ല അത്. പടച്ചറബ് തീരുമാനിക്കണം നബിയെ, അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് മൂത്താപ്പയ്ക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു എങ്കിൽ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കൊതിച്ചിട്ടും തന്റെ മൂത്താപ്പയ്ക്ക് ഹിദായത്ത് കൊടുത്തില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു കഷ്ടപ്പാടും
കാഴ്ചപ്പാടുമില്ലാതെ ഈ ഹിദായത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയെങ്കിൽ എങ്ങനെ പറയാതിരിക്കും സഹോദരങ്ങളെ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് എങ്ങനെ പറയാതിരിക്കുമെന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅ്മത്തായിട്ട് കാണേണ്ടത് അതാണ്. കാരണം മാതാവിന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് തൗഹീദ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ട് കേട്ട് വളർന്നു വന്നവരാണ് ഞാനും നിങ്ങളും. ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകി. എന്നാൽ ആ മുസ്ലിമായിട്ട് വളർന്നു വരുമ്പോ ചുറ്റും നടക്കുന്ന 1000 ശിർക്കുകൾ അള്ളാഹു നൽകിയ നിഅ്മത്തുകൾ ആസ്വദിച്ചിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ആ അള്ളാഹുവിനെ വിട്ടിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മുന്നിലേക്ക് പോയിട്ട് മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ മുന്നിലേക്ക് പോയിട്ട് ആവലാദികളും വേവലാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ മുന്നിൽ നിന്ന് തൗഹീദ് വിളിച്ചു പറയാൻ, തൗഹീദിന്റെ രാജപാതയിലേക്ക് കടന്നു വരാൻ എനിക്കും നിങ്ങൾക്കും ഹിദായത്താകുന്ന വെള്ളി വെളിച്ചം നൽകിയെങ്കിൽ അതല്ല സഹോദരങ്ങളെ ഏറ്റവും വലിയ നിഅ്മത്ത് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടൊരു വിശ്വാസി ഒന്നാമതായിട്ട് പറയണം അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅ്മത്ത് ഹിദായത്താണ്. അത് നൽകിയ പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഭൗതികമായ ഒരുപാട് നിഅ്മത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅ്മത്തുല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയ നിഅ്മത്തുകൾ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. അത് ഓർക്കണം. ഓർത്താൽ മാത്രം പോരാ. അല്ലാഹു പറഞ്ഞു ഫഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, ഫഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകിയ നിഅ്മത്തുകൾ അത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം. പടച്ചവന്റെ മുന്നിൽ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ ഒരുപാട് നിഅ്മത്തുകൾ. ഇന്ന് പ്രഭാതത്തിൽ ഞാനും നിങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ഉറക്കമുണർന്നവരാണ്. എഴുന്നേറ്റവരല്ലേ സഹോദരങ്ങളെ? ഇന്നലത്തെ രാത്രിയില് ഒന്നെഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടായിട്ടുണ്ട്. നടക്കുക മാത്രമല്ലല്ലോ, ഒന്ന് കിടക്കാൻ കഴിയാത്തവർ, ഒരു പോള കണ്ണടയ്ക്കാൻ കഴിയാത്തവർ എത്രയോ നമ്മുടെ ചുറ്റുമുണ്ട് സഹോദരങ്ങളെ. എനിക്കും നിങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ നിഅ്മത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. എത്രമാത്രം അനുഗ്രഹമാണ് പടച്ച റബ്ബ് നൽകിയത്. ഉറക്കമുണർന്നപ്പോ നമ്മുടെ ചുണ്ടുകൾ ചലിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. രണ്ടാമത് അൽഹംദുലില്ലാ എന്ന് പറയുന്ന വാചകം പ്രഖ്യാപിക്കണം സഹോദരങ്ങളെ. കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞോ? അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ഒരു ജന്മം നൽകിയിട്ട് എന്നെ ഉയർത്തി എഴുന്നേൽപ്പിച്ച പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ അൽഹംദുലില്ലാ എന്ന്? പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പടച്ചവനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എഴുന്നേൽക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. കാരണം നമുക്ക് അല്ലാഹു നൽകിയ നിഅ്മത്ത് അത്ര മാത്രമാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇന്നൽ ഇൻസാന ലളൂമൻ കഫാറ, ഏറ്റവും വലിയ നന്ദി കെട്ടവർ മനുഷ്യരാണ്. ഏറ്റവും വലിയ നന്ദി കെട്ടവർ അവർ മനുഷ്യരാ. കാരണം എന്തേ? അല്ലാഹു നൽകിയ നിഅ്മത്തുകൾ, ആ നിഅ്മത്തുകൾ ആസ്വദിച്ചിട്ട് ആ അനുഗ്രഹങ്ങൾ വാരി പുണർന്നിട്ട് അവര് പടച്ചവനെ ധിക്കരിക്കുകയാണ് ഒരു അൽഹംദുലില്ലാ എന്ന് പറയാതെ എന്ന്. മഹാനായ പ്രമുഖനായ താബിഈ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നു പോകുകയാ. വഴിയിൽ തന്റെ ഒരു ബന്ധുവിനെ കണ്ടു, ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തോട് സലാം പറഞ്ഞു, സലാം മടക്കി. അദ്ദേഹത്തോട് വിശേഷം തിരക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? ആ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, വല്ലാത്ത പ്രയാസത്തില, വല്ലാത്ത ബുദ്ധിമുട്ടില.
ഒരു തലവേദന തുടങ്ങിയിട്ട് ദിവസങ്ങളോളം മാസത്തോളമായി മാറുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. അയാളുടെ പ്രയാസത്തിന് പരിഹാരം കിട്ടാൻ പടച്ചവനോട് ഒരു പ്രാർത്ഥന നടത്തി. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, നിനക്കൊരു ചെറിയ പ്രയാസമുണ്ടായപ്പോ, നിനക്കൊരു ചെറിയ വിഷമമുണ്ടായപ്പോൾ, പരീക്ഷണമുണ്ടായപ്പോ അത് എടുത്തു പറയാൻ നീ ഒന്നാമതായിട്ട് വെമ്പൽ കാണിച്ചു, നീ അതിനു വേണ്ടി ആവേശം കാണിച്ചു, അത് എടുത്തു പറഞ്ഞു. എന്നാൽ അതിന്റെ എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നിനക്ക് നൽകിയില്ലയോ? നിനക്കിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, നിനക്ക് വലിയ ആരോഗ്യമുള്ള എത്രയോ അനുഭവങ്ങൾ പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നീ പറയേണ്ടിയിരുന്നത് അൽഹംദുലില്ലാഹ് ഖൈർ എന്ന് പറഞ്ഞിട്ട് നിന്റെ പരീക്ഷണത്തിന്റെ കഥ പറഞ്ഞിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടൊരാൾ വിശേഷണം ചോദിച്ചാൽ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും. ചിലരൊക്കെ പറയും തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു എന്ന് പറയും. ഇത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, പടച്ചവനോടുള്ള നന്ദികേടാണ്. പരീക്ഷണങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോഴും അള്ളാഹു നൽകിയ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് എന്ത് പറയുന്നതിന് മുമ്പും ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിന്റെ നാവ് പൊന്തിയില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ ധിക്കാരി എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ വിശദീകരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ മുന്നിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതിന്റെ പ്രസക്തിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ വേണ്ടി തന്റെ കിടക്കയിലേക്ക് പോയിരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വാചകമുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോ പ്രഭാതം മുതൽ പ്രദോഷം വരെയും, പ്രദോഷം മുതൽ പ്രഭാതം വരെയും ഒരു വിശ്വാസി ചെല്ലേണ്ട ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക കിടക്കയിലേക്ക് കടന്നു ചെന്നിരുന്നു കൊണ്ട് ആദ്യമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസക്കാനാ വകഫാനാ വആവാനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വആവാനി വകഫാനി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടിലും നമുക്ക് കാണാം. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ, ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. വസഖാന, ദാഹം മാറ്റിയ ഞങ്ങൾക്ക് വെള്ളം തന്ന പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. വകഫാന, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയ പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. വആവാന, ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് സംരക്ഷണ വലയം തീർക്കുന്ന പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവിന്റെ റസൂൽ പറയാതെ കിടക്കില്ല സഹോദരങ്ങളെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഈ വചനം കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സ്വഹാബത്ത് മുഴുവനും പറയുകയാ, എന്താണ് സഹോദരങ്ങളെ, ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? എന്നെ പോലെ നിങ്ങളെ പോലെ സുഭിക്ഷമായ ഭക്ഷണം ആഹരിക്കാൻ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണോ? മാറി മാറി വസ്ത്രം മുടിക്കാൻ വസ്ത്രമുണ്ടായിരുന്ന ഒരു പ്രവാചകനാണോ? ആലോചിക്കണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ആരായിരുന്നു? ജനിച്ചപ്പോൾ തന്നെ പിതാവ് മരണപ്പെട്ട, ജനിച്ചപ്പോൾ തന്നെ പിതാവില്ലാതെ പിതാവ് നഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാമത്തെ വയസ്സിൽ പെറ്റുമ്മയും മരണപ്പെട്ടില്ല സഹോദരങ്ങളെ. 8-ാമത്തെ തുടർന്ന് തന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് 8-ാമത്തെ വയസ്സായപ്പോൾ മരണപ്പെട്ടില്ല സഹോദരങ്ങളെ. 8-ാമത്തെ വയസ്സ് മുതൽ അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണമേകിയത് മൂത്താപ്പ അബൂ താലിബായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റുവാങ്ങിയ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? ഞാൻ നിങ്ങളും ആലോചിക്കണം.
തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ വഴികൾ മുടങ്ങിയിട്ടില്ല. നമ്മുടെ അന്നന്മാരും മുടക്കിയിട്ടില്ല. ലോകത്തിന്റെ നേതാവായ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം പച്ചിലയും പച്ചവെള്ളവും കഴിച്ചുകൊണ്ട് ശഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയെന്ന് മഹാരഥന്മാരായ സ്വഹാബത്ത് നിറക്കണ്ണുകളോടുകൂടി എന്നോടും നിങ്ങളോടും പറയുമ്പോ ആ പ്രവാചകൻ മാത്രമല്ല, പാതിരാവിന്റെ നിശബ്ദതയിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ദൂരത്ത് കണ്ടു ഒരു മനുഷ്യരൂപം. അടുത്ത് ചെന്നു മുത്തുനബിയാണ് എന്ന് മനസ്സിലായപ്പോ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ പ്രചോദനമേകിയത് എന്താണ് ഹബീബേ എന്ന് ചോദിച്ചു. നമ്മുടെ ഹബീബായ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അബൂബക്കർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. രണ്ട് കൈകളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ അൽജൂഉ യാ അബൂബക്കർ, അബൂബക്കറെ വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അബൂബക്കറെ, ഞാൻ കിടക്കയിലേക്ക് കിടന്നിട്ട് മുഹമ്മദിന് കിടക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നടന്നു, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സഹോദരങ്ങളെ, നാം ആലോചിക്കണം, ആ പ്രവാചകനാണ്, ആ പ്രവാചക മുത്താണ് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ, എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകിയ പടച്ചറബ്ബേ നിനക്കാണ് സർവസ്തുതിയും, എന്നെ കുടിപ്പിച്ച പടച്ചറബ്ബേ നിനക്കാണ് സർവസ്തുതിയും, വകഫാനാ, എന്റെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തിയാക്കി തന്ന എന്റെ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു വചനത്തിന്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ആ പ്രാർത്ഥനാ വചനം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ നന്ദിയുടെ വാക്ക്, അത് എത്രമാത്രം ഭംഗിയാക്കി പറയുന്നുവോ അവന്റെ പ്രതിഫലം കൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ഇമാമായി നമസ്കരിക്കുകയാണ്, ജമാഅത്തിന് നേതൃത്വം നൽകുകയാണ്. സാധാരണഗതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓരേണ്ടതും ഉറക്കെ പറയേണ്ടതുമായ ഭാഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ റുകൂഇലേക്ക് പോകും, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും. ആ സമയത്ത് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനാ വചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം, റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർളി എന്ന് പറയുന്ന ആ സ്തുതിയുടെ വാചകം നമ്മൾ പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ റുകൂഇൽ നിന്നും മുകളിലേക്ക് ഉയർന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോ പിന്നിൽ നിന്നൊരു ശബ്ദം ഉയർന്നു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. ഒരു സ്വഹാബി പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ, ഏത് സമയത്തും അനുഗ്രഹീതമായ ഈ നല്ല വചനം, ഏറ്റവും ഉദാത്തമായ സ്തുതിയുടെ വചനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, നിനക്കാണ് സർവസ്തുതിയും. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് അങ്ങനെ ഉറക്കെ പറഞ്ഞയാൾ? നമസ്കാരത്തിൽ ഉറക്കെ ഈ പ്രാർത്ഥനാ വചനം പറഞ്ഞവർ, ഈ സ്തുതിയുടെ വചനം പറഞ്ഞത് ആരാണ്? സ്വഹാബത്തിന്റെ കണ്ണുകളൊക്കെയും ആ മനുഷ്യനിലേക്ക് നോക്കി. അയാൾ പെട്ടെന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, ഞാനാണ് റസൂലേ എന്ന് പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകന്റെ കോമ്പല്ലിന്റെ ആ പുഞ്ചിരിയുടെ ആ പ്രകാശം ഞങ്ങൾ കണ്ടു. അത്രമാത്രം അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റഅയ്തു ബിൽഅതൻ വസലാസീന മലക, 30ഓളം വരുന്ന മലക്കുകളെ ഞാൻ കണ്ടു. എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു.
എന്താണ് അവർ ചെയ്യുന്നത്? അവർ മത്സരിക്കുകയാണ്. യക്തുബുഹൽ അവ്വൽ, അയാൾ പറഞ്ഞ ആ നന്മ രേഖപ്പെടുത്താൻ വേണ്ടി 30 മലക്കുകൾ മത്സരിക്കുന്നത് കണ്ടു. സ്വഹാബത്ത് അന്തം വിട്ടുപോയ വാക്ക് കേട്ടപ്പോ 30 മലക്കുകൾ ആ സ്വഹാബി റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാരകൻ ഫീഹി അലാ കുല്ലി ഹാൽ. ഒരു ഹംദിന്റെ വചനം സുന്ദരമായ രൂപത്തിൽ അത് പറയാൻ അയാൾ തയ്യാറായി. 30 മലക്കുകൾ മത്സരിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹംദിന്റെ വാചകം നന്നാക്കി എത്ര നല്ല രൂപത്തിൽ പറയാൻ കഴിയുമോ മലക്കുകൾ ആവേശം കാണിക്കും നിങ്ങളുടെ നന്മ രേഖപ്പെടുത്താൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു സന്ദേശമാണ്. ഒരു പുതുവർഷ പുലരിയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. മുഹറം മാസത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാരവേളയിൽ അള്ളാഹു നൽകിയ നിഅമത്തുകളെ നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പടച്ചവനെ വല്ലാതെ സ്തുതിക്കണം. പോരായ്മകൾ പടച്ചവന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നന്ദിയുടെ ആ വചനം പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് അടുക്കാൻ തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് വീണ്ടും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം ലോകം ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ഹിജ്റ കലണ്ടറിലെ 1ാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഈ പുതുവർഷത്തിൽ പടച്ചറബിന്റെ തൃപ്തിയിലായി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു പരിശോധനയായിരിക്കണം വരും ദിനങ്ങളിൽ നമ്മിൽ നിന്നും ഉയരേണ്ടത്. നമ്മുടെ നാട്ടിൽ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ ഭാഗമായി പലതരത്തിലുള്ള കാറ്റുകളും തൂഫാനുകളും പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ തൂഫാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പുതുവർഷ പുലരിയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ ലഹരിയുടെ ഏറ്റവും വലിയ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ രംഗം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഏറ്റവും വലിയ ഒരു തൂഫാന് സമാനമായി ഓപ്പറേഷൻ തൂഫാനുമായി നമ്മുടെ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ബാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച് 2 ദിവസം പിന്നിടുമ്പോൾ 1500-ലധികം വരുന്ന കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു 2 ദിവസം കൊണ്ട്. തുടർന്ന് ഓരോ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, 1000-ലധികം ആളുകളെ. സഹോദരങ്ങളെ, അത്രമാത്രം അധർമ്മത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അധികാരികൾ രംഗത്ത് വന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് സർവ രൂപത്തിലും സർവസന്നാഹത്തോടും കൂടി ഈ അധർമ്മത്തെ ചെറുക്കാനുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിന്റെ പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. രണ്ടാമത്, നാട്ടിൽ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം മാറി വന്നപ്പോൾ പകർച്ചവ്യാധികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഏറ്റവും വലിയ ശുചിത്വത്തിന്റെ വാഹകരാണ് മുസ്ലിംകൾ. ശുചിത്വത്തിന്റെ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുവാനും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൈകോർക്കുവാനും വിശ്വാസികൾ തയ്യാറാകണം. എല്ലാ നന്മയിലും മുന്നിലുണ്ട് എന്ന ഒരു ഉറച്ച കാൽവെപ്പുമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഈ മുഹറം മാസം നമ്മോട് വിളിച്ചു പറയുന്നത്. മുഹറത്തിന്റെ പവിത്രത പലപ്പോഴും നാം മനസ്സിലാക്കിയതാണ്. സഹോദരങ്ങളെ, മുഹറം മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് ആശുറാ ദിവസം, യൗമുൽ ആശുറാ, മുഹറം 10 എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിലെ ആ നോമ്പുള്ള മാസം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം എന്ന് പറയുന്നത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറമാണ്. വസിയാമു യൗമുൽ ആശുറാ യുകഫിറുല്ലാഹു സനത്തുൽ മാളിയ. ഒരാള് മുഹറം 10 നോമ്പെടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന സാഹചര്യത്തിലാണ് മദീനയിലെ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ മുഹറം 9 കൂടി നോമ്പെടുക്കും എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് അടുത്ത കൊല്ലം ഇല്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അത് സുന്നത്താണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് മുഹറം 9, 10 നോമ്പെടുക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ്. പ്രവർത്തിക്കുക. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി, അല്പസമയം വൈകി ക്ഷമിക്കുക, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മുഴുവൻ ജനങ്ങളിലും ഖുർആനിന്റെ സന്ദേശം എത്തിക്കണമെന്ന ലക്ഷ്യത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ പഠന പദ്ധതിയാണ് വെളിച്ചം എന്ന് പറയുന്ന ഒരു പഠന പദ്ധതി. പരിശുദ്ധ ഖുർആനിന്റെ ചില സൂറത്തുകൾ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും അതൊരു ബുക്കിലെറ്റായി പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. അവസാനം ഒരു പരീക്ഷ നടത്തുന്നു. പരീക്ഷാ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നു. അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു വലിയ പ്രവർത്തനം. കാരണം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു സൂറത്തിൽ തന്നെ 4 സ്ഥലത്ത് ആവർത്തിക്കുന്ന ഒരു സന്ദേശമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു ചോദിക്കുകയാണ്, ഖുർആൻ പഠിക്കാൻ എന്ത് എളുപ്പമാണ് കൂട്ടരെ, എന്ത് എളുപ്പമാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാണോ, നിങ്ങൾ ചിന്തിക്കാൻ സന്നദ്ധരാണോ? അല്ലാഹു ചോദിക്കുകയാ. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്ന് അല്ലാഹു ഒരു സമർപ്പണത്തിന്റെ മറുപടി ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചവനെ, നിന്റെ ഖുർആൻ നെഞ്ചിലേറ്റാൻ, ആ ഖുർആൻ പഠിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന ഒരു സമർപ്പണത്തിന്റെ മറുപടി അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കൊടുക്കാൻ തയ്യാറാകണം. ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. നിങ്ങൾ ഓരോരുത്തരും അത് വാങ്ങണം, അത് വാങ്ങി അതുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പാപങ്ങളെ പൊറുക്കണേ റഹ്മാനെ. അറിഞ്ഞും മര്യാദയും ചെയ്ത ദോഷങ്ങളെ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പലരും വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. രോഗങ്ങൾക്ക് നീ ശിഫാഇന നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മാരകവും ഭീകരവുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവെ മരണപ്പെട്ടവരുണ്ട്, മഗ്ഫിറത്തിനെ നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്തിനെ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.